ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. ഹൈക്കോടതി നിർദ്ദേശിച്ച ഉപാധികൾ പാലിക്കണമെന്ന് ദേവസ്വം ബോർഡിനോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. വിവരങ്ങൾ ധനസുമോദ് നൽകും. സുമോദ്, ഹർജിക്കാർ ഉന്നയിച്ച എല്ലാ ആവശ്യവും വാദങ്ങളും തള്ളിക്കൊണ്ടാണോ ഇപ്പോൾ അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളിയിട്ടുള്ളത്? ഇപ്പോൾ അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജി രണ്ട് പ്രധാനപ്പെട്ട ഹർജികളാണ് ഉണ്ടായിരുന്നത്. അജികുമാറിന്റെയും മഹേന്ദ്രകുമാറിന്റെയും രണ്ടുപേരുടെയും ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഈ ഹർജിക്കാർ ആദ്യം വാദം തുടങ്ങിയപ്പോൾ തന്നെ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഈ പമ്പ നദീതീരത്താണ് ഈ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത്. മാത്രമല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം അവിടെ ഇതിനകം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഭക്തന്മാർക്ക് വലിയ തരത്തിൽ അസൗകര്യമുണ്ടാക്കുന്ന തരത്തിലാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. മാത്രമല്ല ഒരു തരത്തിലുള്ള ഈ മതേതര സംഗമം അല്ലെങ്കിൽ മതേതര വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ആരും ദേവസ്വം ബോർഡുകളെ തീരുമാനിച്ചിട്ടില്ല. അവരുടെ ജോലി അതല്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ കോടതി തുടങ്ങിയ സമയത്ത് തന്നെ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചത് ഇത് എല്ലാവിധത്തിലുള്ള ഉപാധികളോടും കൂടിയാണ് സുപ്രീം കോടതി നേരത്തെ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നത്. അതുകൊണ്ട് ഈ തൽക്കാലം ഈ വിഷയത്തിൽ ഇടപെടാനില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. പക്ഷേ പലതരത്തിലുള്ള വന നിയമങ്ങൾ ഇവിടെ ലംഘിക്കുന്നുണ്ട് എന്ന കാര്യം പല തവണ ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചെങ്കിലും അയ്യപ്പ സംഗമം ഇപ്പോൾ നടക്കട്ടെ, പക്ഷേ ഹൈക്കോടതി വെച്ചിരിക്കുന്ന എല്ലാ ഉപാധികളും ഉറപ്പായി പാലിക്കണം എന്നുള്ളൊരു കാര്യമാണ് കൃത്യമായി കോടതി പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് PS നരസിംഹയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് അയ്യപ്പ സംഗമത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. എന്തായാലും സുമോദ, സർക്കാരിനെ ആശ്വസിക്കാം. സർക്കാരിന് വലിയ തരത്തിലുള്ളൊരു ആശ്വാസമാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. കാര്യം ഈ അയ്യപ്പ സംഗമം നടത്താനായി ഒരു 3 ദിവസം മാത്രമാണ് ഉള്ളത്. കാര്യം ഹൈക്കോടതി വിധിയെ മറികടന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അപ്പീൽ സുപ്രീം കോടതിയിൽ അനുവദിക്കുകയാണെങ്കിൽ വലിയ തിരിച്ചടിയായിരുന്നു സർക്കാരിന് ഉണ്ടാകാൻ പോകുന്നത്. മാത്രമല്ല നേരത്തെ ഹൈക്കോടതി വിധിയെ മറികടന്നുകൊണ്ട് സുപ്രീം കോടതി പലപ്പോഴും ഇത്തരത്തിലുള്ള വിധിക്ക് ഒരു പ്രതിരോധം ഒരുക്കിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. യമുനാ തീരത്ത് ഇതുപോലെ ഒരു സംഗമം നടത്തിയ സമയത്ത് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഒരു കാരണവശാലും നടത്താൻ പാടില്ല, യമുനാ തീരത്തെ സംഗമം നടത്താൻ പാടില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അഭിഭാഷകനായ വിഷ്ണു ശങ്കർ ചിത്ര നമ്മോടൊപ്പം ചേരുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഹൈക്കോടതി വിഷയത്തിൽ ഇടപെടേണ്ടതില്ല എന്നുള്ള നിലപാടാണ് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വാദങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും കോടതി ഇപ്പോൾ അംഗീകരിക്കുന്നില്ല. ഹൈക്കോടതി ഇടപെടണമെന്നല്ല കോടതി പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതി പറഞ്ഞ നിലപാടുകൾ, ഹൈക്കോടതി പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ വേണം ഇത് നടത്താനെന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എന്തിനാണ് ഈ പരിപാടി നടത്തുന്നതെന്നുള്ളതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദിവസത്തെ പരിപാടിക്ക് വേണ്ടി ഈ ഒരു സാഹചര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് കോടതി പറഞ്ഞത്. പക്ഷേ ഈ ഒരു പരിപാടി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു മോട്ടീവ് ഇന്ന് മാറാൻ പാടില്ലെന്നും അത് മാത്രമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വേറെ അതിനെക്കുറിച്ച് കോടതിയൊക്കെ പറഞ്ഞായിരുന്നു. കോടതി ഹൈക്കോടതി തന്നെ ഓർഡർ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഈ നേരത്തെ രാമകഥ പരിപാടി നടക്കുന്ന സമയത്ത് ഇത് ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിരുന്നു. ആ കാരണം സുപ്രീം കോടതിയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇത് ഒരു ദിവസത്തേക്കാണ്, ഇപ്പം അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നില്ല, 3000-4000 പേര് മാത്രമേ വരുന്ന ഒരു പരിപാടിയാണ്. അവിടെ അഥവാ എന്തുണ്ടായാലും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് ആണ് എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഹൈക്കോടതിയെ സമീപിക്കാൻ പറഞ്ഞിട്ട് വേറെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം മൊത്തം ദേവസ്വം ബോർഡിനാണെന്നും അവിടെ വേറെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ദേവസ്വം ബോർഡിനെ പരാതിക്കാർക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രാഷ്ട്രീയവാദങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഹർജിക്കാർ പറഞ്ഞെങ്കിലും കോടതി അത് കാര്യമായി മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഈ വിഷയത്തിൽ രാഷ്ട്രീയവാദത്തിനോട് കോടതി പറഞ്ഞു അത് പറയേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാടിലാണ് കോടതി. അതെ, അത് അവിടെ എന്താണെന്ന് കഴിഞ്ഞതിന് ശേഷമാണ് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. ഈ ദേവസ്വം ബോർഡിന്റെ നിലപാട് ഇത് തുടരണം എന്നുള്ള നിലപാട് തന്നെയല്ലേ ആവർത്തിച്ചു ദേവസ്വം ബോർഡ് പറഞ്ഞത്. ദേവസ്വം ബോർഡ് ഇത് ഹൈക്കോടതിയുടെ കണ്ടീഷൻസ് എല്ലാം നിലനിർത്തിക്കൊണ്ടേ മുന്നോട്ട് പോകുള്ളൂ എന്നാണ് ദേവസ്വം ബോർഡ് പറഞ്ഞത്. അല്ല വേറെ ഒന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ദേവസ്വം ബോർഡിന്റെ ഉറപ്പിലാണ് ഇപ്പോൾ എന്നാണ്. അത് ഹൈക്കോടതിയെ സമീപിക്കാൻ പറഞ്ഞു. അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് ഹൈക്കോടതിയെ സമീപിക്കാനും ഈ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് വ്യതിചലിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ നിബന്ധനകൾക്ക് വിധേയമായിട്ടുള്ള ഒരു നടപടിയിൽ ആയതുകൊണ്ടാണ് ഇടപെടേണ്ടതില്ല എന്നുള്ളതാണ് ജസ്റ്റിസ് നരസിംഹ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് ഇനി ഹൈക്കോടതിയാണ് ബാക്കി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരു നരസിംഹ വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇത് ഹൈക്കോടതി വളരെയധികം നിബന്ധനകൾ വെച്ചിട്ടാണ് ഇത് ഒരു ദിവസത്തേക്ക് പരിപാടി സംഘടിപ്പിക്കാൻ കൊടുത്തതെന്നും ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കണം ഈ പരിപാടി നടത്തേണ്ടതെന്നും അഥവാ ആ പരിപാടിയിൽ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടായാൽ ഹൈക്കോടതിക്ക് ഇടപെടാൻ പറ്റുമെന്ന് ഹൈക്കോടതിയെ സമീപിച്ചാൽ മതിയെന്ന് ജസ്റ്റിസ് നരസിംഹ
ഈ ഓർഡറിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരിക്കും ഹർജിക്കാർക്ക് നിങ്ങൾ ഹർജിക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് തിരിച്ചറിയല്ലേ ഇപ്പോൾ ഈ വിഷയത്തിൽ കോടതി ഒരു ഇടക്കാല ഉത്തരവിന് തയ്യാറാകുന്നില്ല? അത് തിരിച്ചടിയെന്ന് പറയാം. പക്ഷേ കോടതി കണ്ടീഷൻസ് എല്ലാം വെച്ചിട്ടാണ് ഒരു ഹൈക്കോടതിയുടെ ഓർഡറാണ് വന്നിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആ ഹൈക്കോടതിയുടെ ഓർഡറിനെ സുപ്രീം കോടതി മാനിച്ചു എന്ന് വേണം കാണാൻ. ഒരു ദിവസത്തെ പരിപാടി മാത്രമേ ഉള്ളതുകൊണ്ടാണ് കോടതി വലുതായിട്ട് അതിനകത്ത് ഇടപെടേണ്ടെന്നും കണ്ടീഷൻസ് എല്ലാം ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അഥവാ എന്ത് വീഴ്ച ഉണ്ടെങ്കിലും അതിന് ഉത്തരവാദി ദേവസ്വം ബോർഡാണെന്നും കോടതി വ്യക്തമാക്കി വെച്ചിരിക്കുന്നത്. പൊളിറ്റിക്കൽ മോട്ടീവിനെ കുറിച്ച് കോടതി ആ ഒരു വാദത്തിലേക്ക് കോടതി അത് പോയിട്ടില്ല. ശരി, താങ്ക് യു. ഇപ്പോൾ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകരാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നത് അയ്യപ്പ സംഗമം നടത്താൻ ഒരു അനുകൂല്യം നൽകിയെങ്കിൽ പോലും ഏതെങ്കിലും കാരണവശാൽ ഒരു വനമേഖലയിലെ ലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയാൽ അത് ഹൈക്കോടതിക്ക് ഇടപെടാം എന്നുള്ള ഒരു ഉപാധി കൂടി സുപ്രീം കോടതി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. യെസ് സുമോദ്, ഇവിടെ ഹർജിക്കാർ ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിൽ ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നൊക്കെ കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നല്ലോ. അതൊന്നും തന്നെ കണക്കിലെടുക്കാൻ കോടതി തയ്യാറായില്ല എന്നാണോ? പക്ഷേ ആ തരത്തിലുള്ള ആരോപണങ്ങളും വാദമുഖങ്ങളും മുഖവിലക്കെടുക്കാൻ പോലും സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. കാര്യം സുപ്രീം കോടതി തുടക്കം മുതൽ തന്നെ ഇക്കാര്യം ഒരു അയ്യപ്പ സംഗമം നടത്താനുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതി നൽകിയത് ഹൈക്കോടതി എല്ലാവിധ വശങ്ങളും പരിശോധിച്ചതിന് ശേഷം തന്നെയാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. കാര്യം ടൈഗർ റിസർവ് വനമേഖലയിലാണ് ഇതുള്ളത്, പെരിയാർ സംരക്ഷിത വനമേഖലയിലാണുള്ളത്. ഇത്തരത്തിലുള്ള അനുമതി നൽകിയാൽ വന നിയമങ്ങൾ അപ്പാടെ ലംഘിക്കപ്പെടുകയാണ്. ഇത് കേവലം ഒരു രാഷ്ട്രീയ ലക്ഷ്യം മാത്രം വെച്ചിട്ടുള്ളതാണ്. ഇത് വിദേശത്ത് പോലും ആളുകളെ എത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനം നടത്തി കഴിയുമ്പോൾ ഭക്തന്മാർക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള നിരവധി വാദമുഖങ്ങൾ ഹർജിക്കാർക്ക് വേണ്ടി 2 ഹർജിക്കാർക്കും വേണ്ടി ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ തരത്തിലുള്ള വാദമുഖങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പോയില്ല. മാത്രമല്ല ഈ ഹർജിയുടെ ഒരു വാദത്തിൻ്റെ ഒരു പ്രത്യേക രീതി എന്ന് പറയുമ്പോൾ സാധാരണ ഈ തരത്തിലുള്ള ഒരു വാദമുഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കൃത്യമായ ഒരു മിനിറ്റിൽ താഴെ കൊണ്ട് തള്ളുകയാണ് ചെയ്തത്. പക്ഷേ ഇത് തങ്ങളുടെ എല്ലാ ആക്ഷേപങ്ങളും അവതരിപ്പിക്കാനായിട്ട് ഹർജിക്കാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അവരുടെ ആക്ഷേപങ്ങളെല്ലാം കേട്ടതിന് ശേഷമാണ് ഹൈക്കോടതി വിധി എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ പാലിക്കണം എന്നുള്ള ഒരു തീരുമാനം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്.